ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മുഴുവൻ ചോദ്യവും പക്ക A+ ക്വസ്റ്റ്യൻസ് ആണ്. സോ നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് പഠിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രാവിലെ മോർണിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോയുടെ രണ്ടാം പാർട്ട് ഞാൻ എടുക്കുന്നത്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സോ കാണാത്ത ആളുകൾ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. അല്ലെങ്കിൽ ഈ ചാപ്റ്ററിനെ പറ്റി ഐഡിയ ഉള്ള കുട്ടികൾ ഇത് കണ്ടാലും കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് SSLC ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. പബ്ലിക് എക്സാമിന് A+ നേടുക. സോ ഈ കാണുന്ന ചോദ്യം നന്നായിട്ടൊന്ന് നോക്കുക. പക്ക A+ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. What is the slope of the line passing through the point 6,0 and 4,2? അതായത് ഒരു വരയിലെ രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട്, 6,0 4,2. ഈ കാണുന്ന വരയുടെ ചരിവ് എത്ര എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സ്ലോപ്പ് ഒരു പണിയില്ല. സ്ലോപ്പ് കാണാൻ y2 - y1 x2 - x1 ആണ്. സോ 2 0 കുറച്ചാൽ 2 ആണ്. 4 6 കുറച്ചാൽ -2 ആണ്. സോ സ്ലോപ്പ് -1 ആണ്. ചരിവ് എത്രയാണ്? -1. അടുത്ത ചോദ്യം എന്താ നോക്കിയേ. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ. ഈ കാണുന്ന വരയുടെ സമവാക്യം എന്ത് എന്ന് ചോദിച്ചാൽ ഈ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്ത് എന്നാണ് ചോദ്യം. ഇപ്പൊ 6 എന്ന് പറഞ്ഞ നമ്പർ 0 ആവുന്നു, 4 എന്ന് പറഞ്ഞ നമ്പർ 2 ആവുന്നു. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇതിന്റെ ഇരട്ടിയാന്ന് പറയാൻ പറ്റും. y എന്ന് പറയുന്നത് 2y = x ആണ്. പക്ഷെ അത് ഇവിടെ ശരിയാവുന്നുണ്ടോ നോക്കണം. 2y = x ആണോ? യെസ്, ഇവിടെ നമുക്ക് 2y = x എന്ന് പറഞ്ഞ ഒരു ഐഡിയയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാ പോലെ ഇക്വേഷൻ എഴുതുന്നു. y - y1 x - x1 = y2 - y1 x2 - x1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? y - y1 ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, y2 - y1 x2 - x1. ഇതിൽ y - y1 x - x1 = y2 - y1 x2 - x1 ഓൾറെഡി നമ്മൾ ചെയ്തു. അതാണ് -1. അതാണ് ഞാൻ ഇവിടെ കൊടുത്തത്. സോ ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1 × y - 0. സോ 1 × y - 0 = -1 × x - 6. ഞാൻ ഇതിവിടെ 1 വെച്ച് തരണം. എന്തിനാ വെച്ചാൽ ഇപ്പോൾ 2/3 ഒക്കെ ആണ് തന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ 3യും ഇവിടെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ എന്ത് കിട്ടുന്നു? 1 × y - 0 എന്നാൽ y - 0 ആണ്. ദാറ്റ് ഈസ് y ആണ്. -1 × x -x -1 × -6 ദാറ്റ് ഈസ് +6 അല്ലേ? -1 × 6. അപ്പൊ നമുക്ക് മനസ്സിലായി മൈനസ് നെഗറ്റീവ് ഇവിടെ വരികയാണെങ്കിൽ ഏറ്റവും നല്ലത്, രണ്ടും ശരിയാണ്, നെഗറ്റീവ് ഉള്ള എക്സിനെ പോസിറ്റീവ് ആക്കണം. അപ്പൊ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. -x അങ്ങോട്ട് കൊണ്ടുവന്നാൽ +x +y അവിടെ ഉണ്ട്. +6 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതാണ് അതിൻ്റെ ഒരു രീതി. കാരണം ഒരു സമവാക്യം എഴുതുന്നത് എപ്പോഴും ax + by + c = 0 എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. പക്ഷെ അങ്ങനെ തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിന് ആൻസർ എന്ത് കിട്ടും? x + y - 6 = 0 എന്ന് കിട്ടും. അതായത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, എക്സിനെ നമ്മൾ പോസിറ്റീവ് സൈഡ് ആക്കുകയാണ്. ഇവിടെ ഓൾറെഡി പ്ലസ് ആണെങ്കിൽ ഇതിനങ്ങോട്ട് കൊണ്ടുവരും, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇതിനങ്ങോട്ട് കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. അപ്പോൾ -x അങ്ങോട്ട് കൊണ്ടാൽ +x ആൻഡ് +6 കൊണ്ടാൽ -6. ഇതന്നെ ചില കുട്ടികൾ എന്ത് ചെയ്താറുണ്ട്, +y അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. അങ്ങനത്തെ കുട്ടിക്ക് എന്താ ഉത്തരം കിട്ടുക? -x - y +6 = 0. രണ്ടും ശരിയാണ്. ഇതിനും ഫുൾ മാർക്ക് കിട്ടും, ഇതിനും ഫുൾ മാർക്ക് കിട്ടും. പക്ഷെ കാണാൻ രസം ഇതാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഇനി ചില കുട്ടികൾ എന്ത് ചെയ്താറുണ്ട്, ഇങ്ങനെ എഴുതൂല, 2/- എന്ന് എഴുതും. അങ്ങനത്തെ കുട്ടിക്ക് എന്താ കിട്ടുക? ഇതേ ഇക്വേഷൻ എന്ത് കിട്ടും? 2x + 2y - 12 = 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ -2x - 2y + 12 = 0. രണ്ടും ഒക്കെ ശരിയാണ്. അപ്പോൾ ഏത് എഴുതിയാലും ശരിയാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി നിങ്ങളുടെ അടുത്തുള്ളവനോട് ഉത്തരം ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഓൻ്റെ വേറെ ഉത്തരം പേടിക്കരുത്. രണ്ടും ശരിയാണ്. രണ്ടിനും ഉത്തരത്തിന് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കിട്ടി. അടുത്ത ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഈ റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ലൈൻ x + y = 6 x - y = 4. ഇതൊരു ഫുൾ മാർക്ക് ലെവൽ ക്വസ്റ്റ്യനാണ്. അതായത് രണ്ട് വരകളുടെ സമവാക്യം x + y = 6 മറ്റേ വര x - y = 4 ആണ്. അതായത് ഇതൊരു വര, ഇത് വേറൊരു വര. ഈ രണ്ട് പോയിന്റ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതെന്നാണ് ചോദ്യം. അതായത് ഒരു ഉദാഹരണം, 1,5 ഈ കാണുന്ന വരയിലെ പോയിന്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? 1,5 ഈ കാണുന്ന വരയിലെ പോയിന്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? എക്സിന് 1 കൊടുക്കുക, വൈക്ക് 5 കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? യെസ്, 1 + 5 കറക്റ്റ് ഉത്തരം കിട്ടുന്നുണ്ട്. സോ ഈ കാണുന്ന വരയിലെ പോയിന്റ് ആണ്. 0,3 ഈ കാണുന്ന വരയിലെ പോയിന്റ് ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? എക്സിന് ഞാൻ 0 കൊടുക്കുന്നു, വൈക്ക് 3 കൊടുക്കുന്നു. 0 + 3 ചെയ്താൽ 6 കിട്ടോ? ഇല്ല. അപ്പോൾ 0,3 വരയിലെ പോയിന്റ് അല്ല. അങ്ങനെ
രണ്ട് വരയിലും ഒരേപോലെ പോയിന്റ് ആവുന്നത് ഏത് എന്നാണ് ചോദ്യം. ഇപ്പൊ രണ്ട് വരകളുണ്ട്, രണ്ടുകൂടി കൂട്ടിമുട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന പോയിന്റ് ഈ കാണുന്ന ഇക്വേഷനിൽ കൊടുത്താലും ഈ കാണുന്ന ഇക്വേഷനിൽ കൊടുത്താലും ഉത്തരം ശരിയാവണം. അത് കണ്ടുപിടിക്കാൻ മക്കളെ സിമ്പിൾ മെത്തേഡ് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ച അതേ മെത്തേഡ് ഈ രണ്ട് സമവാക്യം കൂടി സോൾവ് ചെയ്താൽ മതി. അതായത് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ച ആൻസറെ എങ്ങനെ സോൾവ് ചെയ്യാം? ഇവിടെ രണ്ടും എക്സ് ആണ്, ഒന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറയ്ക്കാം. ഇവിടെ ഒരു പ്ലസ് വൈ ഒരു മൈനസ് വൈ ആണ്, വേണമെങ്കിൽ ഇത് കൂട്ടാം. ഏതായാലും കുഴപ്പമില്ല, കാരണം ഒന്ന് പ്ലസും മൈനസും ആയതുകൊണ്ട് കൂട്ടിയാലും ഉത്തരം കിട്ടും, രണ്ടും സെയിം ആയതുകൊണ്ട് കുറച്ചാലും ഉത്തരം കിട്ടും. സോ ഞാൻ ഇവിടെ കുറയ്ക്കുന്നു. 6 4 കുറച്ചാൽ എത്രയാണ്? 6 - 4 2. വൈ മൈനസ് മൈനസ് വൈ, ദാറ്റ് ഈസ് വൈ പ്ലസ് വൈ. എക്സിന് എക്സ് കുറച്ചാൽ 0. സോ 2y = 2 ആണെങ്കിൽ y = എത്രയായിരിക്കും? 2/2 = 1. അപ്പോൾ വൈൻ്റെ വില കിട്ടിയ 1 ആണ്. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. x + 1 = 6 ആണ്. സോ x = 6 - 1 5. സോ ഇത് രണ്ടും ശരിയാകുന്ന നമ്പർ ഏതാണ്? 1ഉം 5ഉം ആണ്. x 1ഉം x 5ഉം y 1ഉം x 5ഉം y 1ഉം ചെയ്ത് നോക്കിയേ. എക്സിന് ഞാൻ 5 കൊടുത്താൽ എന്താ സംഭവിക്കുക? 5 + 1 6, എക്സിന് 5 വൈക്ക് 1, 5 - 1 4. കണ്ടോ? 5 1. അപ്പോൾ രണ്ടിനും കൊടുത്താൽ ഉത്തരം. വേറെ ഒറ്റ പോയിന്റ് നിങ്ങൾക്ക് രണ്ടിനും കൊടുക്കാൻ പറ്റില്ല. വേറെ ഒരു പോയിന്റ് കൂട്ടിമുട്ടില്ല. ഈ ഒരു പോയിന്റ് മാത്രമേ കൂട്ടിമുട്ടുള്ളൂ. ലോകത്ത് നിങ്ങൾ വേറെ ഏത് നമ്പർ കൊടുത്താലും ഇത് രണ്ടിനും കൂടി കൊടുക്കാൻ കഴിയില്ല. ഇത് മാത്രമേ കിട്ടുള്ളൂ. ഇതേ ചോദ്യം. ഈ കാണുന്ന വര എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന, ഈ കാണുന്ന വര എക്സ് ആക്സിനെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് ഏതാ? അപ്പോൾ y 0 കൊടുത്താൽ മതി. അപ്പോൾ x 6 കിട്ടും. സോ 6, 0 ആണ് ഈ കാണുന്ന വര എക്സ് ആക്സിനെ മുറിച്ച് കിടക്കുന്നത്. ഇനി ഈ കാണുന്ന വര y ആക്സിനെ മുറിച്ച് കിടക്കുന്നതോ? എക്സിന് 0 കൊടുക്കുക. അപ്പോൾ ഇവിടെ 0, 6. അപ്പോൾ ഈ രണ്ട് പോയിന്റാണ് കൂട്ടിമുട്ടുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു A+ ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് ഓഫ് ദി ലൈൻ x + y = 6 കട്ട് x ആക്സ്. x + y = 6 എന്ന് പറയുന്ന വര x അക്ഷത്തെ മുറിച്ച് കിടക്കാന്ന് പറഞ്ഞാൽ y = 0. വൈക്ക് 0 കൊടുത്തേ. സോ x = 6 കിട്ടും. x 6 ആണ്, y 0. സോ x ആക്സിനെ മുറിച്ച് കിടക്കുന്നത് 6, 0. ഇതേപോലെ y ആക്സിനെ മുറിച്ച് കിടക്കുന്ന, ഫോർ എക്സാമ്പിൾ ഞാൻ വേറെ ക്വസ്റ്റ്യൻ തരാം. x - y = 4 എന്ന് പറയുന്ന ഇക്വേഷൻ y ആക്സിനെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് ഏത് എന്ന് നിങ്ങൾ ആൻസർ ചെയ്യുക. y ആക്സിസും x 0 ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ അടുത്തൊരു A+ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഈ ചെയ്ത ചോദ്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു എന്നതിൻ്റെ അർത്ഥം. ഇത് എത്ര പേർക്ക് ടഫായിരുന്നു, ഇത് കണ്ടതിന് ശേഷം എത്രയൊക്കെ എളുപ്പമായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. 2, 4ഉം 7, 6ഉം ഒരു വരയിലെ 2 പോയിന്റാണ്. ഈ കാണുന്ന വരയിലെ മറ്റു 2 പോയിന്റുകൾ എഴുതാൻ 2, 4ഉം 7, 6ഉം 2, 4ഉം 7, 6ഉം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ചെരിവൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 6 4 കുറയ്ക്കുന്നു, 7 2 കുറയ്ക്കുന്നു. 6 4 കുറച്ചാൽ 2, 7 2 കുറച്ചാൽ 5. അതിൻ്റെ അർത്ഥം y 2 കൂടുന്നു. y 2 കൂടുന്നു, x 5 കൂടുന്നു. നിങ്ങൾക്ക് വേണേൽ ആൻസർ ചെയ്യാം. 2 5 7, 7 5 12, 12 5 17, 2 5 7, 7 5 12, 12 5 17, 4 2 6, 6 2 8, 2 4, 4 2 6, y 2 കൂടുന്നത്. 4 2 6, 6 2 8, 8 2 10. സോ ഇത് 2 ഈ വരയിലെ പോയിന്റുകളായിരിക്കും. നമ്മൾ വെച്ച് ഈ കാണുന്ന വരയിലെ മറ്റേതെങ്കിലും 2 പോയിന്റ് ഇതന്നെ തിരിച്ചു വരാം കേട്ടോ. -2 -5 എഴുതാം. അതായത് -2 y 2 കുറയും. 4 2 കുറച്ചാൽ എത്രയാ? 2 ആണ്. 2 5 കുറച്ചാൽ എത്രയാ? -3. ഇതും ഈ വരയിലെ പോയിന്റ് ആണ്. ഇങ്ങനെ ബാക്കോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ. ഈ കാണുന്ന വരയുടെ ചെരിവ് എത്ര നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 2/5 ആണ്. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദിസ് ലൈൻ കട്ട് ദി x ആക്സിസ്. ഇത് x അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന പോലെ. ഇതെങ്ങനെയാണ് x ആക്സിനെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് കിട്ടുക? x ആക്സിനെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y 0. x ആക്സിനെ മുറിച്ച് കിടക്കുന്ന y 0 ആയിരിക്കും. x ആക്സിനെ മുറിച്ച് കിടക്കുന്ന y 0 ആയിരിക്കും. ഈ കാണുന്ന ചിത്രത്തിൽ y 0 ആവാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? 6 4 അടുത്ത 2 അല്ലേ? ഇത് ബാക്കോട്ടൊന്ന് പോയി നോക്കി. അടുത്ത പോയിന്റ് ഏതായിരിക്കും വരിക? 0 വരും അല്ലേ? 2 കുറയാണ്. താഴോട്ട് പോകുമ്പോൾ 2 കുറയുന്നു. 6 4 ആവുന്നു. 4 2 കുറച്ചാൽ 2 ആവുന്നു. 2 വീണ്ടും 2 കുറച്ചാൽ 0. 7 5 കുറച്ചാൽ 2, 2 5 കുറച്ചാൽ -3, -3 5 കുറച്ചാൽ -8. കോൺസെപ്റ്റ് വെച്ചുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ y അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന പോയിന്റ്,
ഈ കാണുന്ന വര എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് ഏതാണ്? -8,0 ആണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ബേക്കോട്ടും പോകുന്നത് പറഞ്ഞല്ലോ. 10 8 8 6 6 4 4 2 2 0. അപ്പോൾ 0 കിട്ടി. ഇനി അല്ല നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾ സാധാ പോലെ ഇക്വേഷൻ കണ്ടിട്ട് ലാസ്റ്റ് ഇക്വേഷനിൽ വൈക്ക് 0 കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇനി അടുത്തത് ഇഫ് എക്സ് കോമ വൈ ഇസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ വരയിലെ ഒരു പോയിന്റ് ആണ് എക്സ് കോമ വൈ എങ്കിൽ x+5 y+2 ഈ വരയിലെ പോയിന്റ് ആണ് തെളിയിക്കണം. എക്സ് കോമ വൈ ഇസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. അങ്ങനെയാണെങ്കിൽ x+5 y+2 ഈ വരയിലെ പോയിന്റ് ആണ് തെളിയിക്കണം. മക്കളെ നമുക്കറിയാം 2 പോയിന്റുകൾ ഒരേ വരയിലാണെങ്കിൽ അതിന്റെ ചെരിവ് തുല്യമായിരിക്കും, സ്ലോപ്പ് സെയിം ആയിരിക്കും. നമുക്ക് സ്ലോപ്പ് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 2/5. അപ്പോൾ ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ചെരിവ് നോക്കിയേ. y2 - y1 x2 - x1 അല്ലേ? അപ്പം +5 - 5 വെട്ടിപ്പോയാൽ 2 +x - x വെട്ടിപ്പോയാൽ 5. സ്ലോപ്പ് ചെരിവ് കിട്ടില്ലേ? സെയിം കിട്ടില്ലേ? ഒരു വരയിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആ 2 പോയിന്റുകളുടെയും ചെരിവ് സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. നമുക്ക് ഓൾറെഡി സ്ലോപ്പ് അറിയാം 2/5 ആണ്. അപ്പോൾ ഈ കാണുന്ന ബിന്ദുവും ഇതിലാണോ എന്ന് തെളിയിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ സ്ലോപ്പ്, ഈ 2 പോയിന്റ് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ സെയിം കിട്ടി. അടുത്ത റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ. ഈ കാണുന്ന വരയുടെ സമവാക്യം കണ്ടെത്താനാണ്. അപ്പോൾ സമവാക്യം കണ്ടെത്താൻ എന്ത് ചെയ്താൽ y - y1. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. ഈ കാണുന്ന വരയിലെ ഏത് പോയിന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. തന്നിരിക്കുന്ന പോയിന്റ് എടുക്കാം. y - y1 2,4 അല്ലേ? y - y1 x - x1 ഈക്വൽ ടു സ്ലോപ്പ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 5 × y - 4 equal to 2 × x - 2. 5 × y - 4 equal to 2 × x - 2. 5 × y - 4 5y - 20 equal to 2x - 4 ആണ്. എവിടെയാണോ x പോസിറ്റീവ് വരുന്നത് അവിടേക്ക് ബാക്കി കൂടി കൊണ്ടുപോകാം. സോ 2x + y അങ്ങോട്ട് കൊണ്ടാൽ -5y. ഇവിടെ ഓൾറെഡി -4 ഉണ്ട്. -20 കൊണ്ടാൽ +20 ഈക്വൽ ടു 0. അപ്പം എന്ത് കിട്ടും? 2x - 5y + 16 ഈക്വൽ ടു 0. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ 16 ഈക്വൽ ടു 0. എന്താണ് ഈ കാണുന്ന വരയുടെ സമവാക്യം? 2x - 5y + 16 ഈക്വൽ ടു 0. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ക്വസ്റ്റ്യൻ, എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന പോലെ കട്ട് ഓൺ ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിൽ y 0 കൊടുത്തു നോക്കി. y 0 കൊടുത്താൽ x - 8 കിട്ടും. നോക്കി y 0 കൊടുത്ത് നോക്കി. y 0 ആയിപ്പോയി. അപ്പോൾ 2x ഈക്വൽ ടു +16 അങ്ങോട്ടാൽ -16. സോ x ഈക്വൽ ടു -16/2 -8. കണ്ടോ? അപ്പോൾ y 0 x - 8 ഇങ്ങനെയും ചെയ്യാം, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഈ കാണുന്ന വരയിൽ ഏത് പോയിന്റും ചെക്ക് ചെയ്യാം. ഇപ്പോൾ 17,10 ഈ വരയിലാണോ ചെക്ക് ചെയ്യാൻ? എങ്ങനെ? 17,10 17,10 ഈ വരയിലാണോ എങ്ങനെയാണ് ചെക്ക് ചെയ്യാം? എക്സിന് 17 കൊടുക്കുക, വൈക്ക് 10 കൊടുക്കുക. ചെയ്ത് നോക്കി. എക്സിന് 17 2 × 17 മൈനസ് വൈക്ക് 10 5 × 10 + 16 ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ നോക്കി. 2 × 17 പറഞ്ഞാൽ 34 -5 × 10 പറഞ്ഞാൽ -50 + 16. കണ്ടോ? 34 16 കൂട്ടിയാൽ എത്ര? 50. 50 കുറച്ചാൽ എത്ര? 0. കറക്റ്റ് കിട്ടുന്നുണ്ട്. കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ വരയിലെ പോയിന്റ് അല്ല. അതാണ് അതിൻ്റെ ഐഡിയ. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 8,6 ഈ വരയിലെ പോയിന്റ് ആണോ? 8,6 ഈ വരയിലെ പോയിന്റ് ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? 8,6 ഈ വരയിലെ പോയിന്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ എക്സിന് 8 കൊടുക്കുക. 8,6 x 8 y 6 ചെയ്ത് നോക്കിയേ. 2 × x അതായത് 2 × 8 -5 × y. 5 × y എന്ന് പറഞ്ഞാൽ 5 × 6 + 16 എന്ത് കിട്ടും? 2 × 8 16 -5 × 6 30 + 16. അപ്പോൾ 32 - 32 കിട്ടും. 32 - 30. അപ്പോൾ നമുക്ക് 2 ആണ് കിട്ടുക. നമുക്ക് എന്താ കിട്ടേണ്ടത്? 0 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 2 × 8 16 -5 × 6 30. 16 - 30 + 16 വരും. അപ്പോൾ ഈക്വൽ ടു 2 കിട്ടും. ഈക്വൽ ടു 0 കിട്ടിയാൽ മാത്രമേ അത് പോയിന്റ് ആവുള്ളൂ. ഈക്വൽ ടു 2 കിട്ടിയാൽ അത് പോയിന്റ് ആവില്ല. സോ 8,6 എന്തല്ല? ഈ വരയിലെ പോയിന്റ് അല്ല. അപ്പം ഒരുപാട് ചോദ്യങ്ങൾ, നല്ല നല്ല ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ഒരൊറ്റ ചോദ്യം കൂടി ചെയ്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒരു വര 2x + 3y - 6 = 0 എന്ന് പറയുന്ന വരയുടെ
ഇക്വേഷൻ, ഒരു വരയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ ചോദ്യം, ഈ കാണുന്ന വര എക്സ് അക്ഷത്തെ മുറിച്ച് കടക്കുന്ന പോയിന്റ് ഏത് എന്നാണ്. എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് കാണാൻ വൈക്ക് 0 കൊടുത്താൽ മതി. അപ്പോൾ വൈക്ക് 0 കൊടുത്താൽ എത്ര കിട്ടും? 2x പ്ലസ് 3 × 0 0 മൈനസ് 6 ഈക്വൽ ടു 0. അപ്പോൾ 2x മൈനസ് 6 ഈക്വൽ ടു 0 ആണെങ്കിൽ 2x ഈക്വൽ ടു എത്രയായിരിക്കും? 6. x ഈക്വൽ ടു 6/2 ദാറ്റ് ഈക്വൽ ടു 3. അപ്പം ആ കാണുന്ന പോയിന്റ് ഏതാണ്? x 3യും y 0യും. പെർഫെക്റ്റ് ആണല്ലോ. അടുത്തൊരു ചോദ്യം നോക്കിയേ, ഈ കാണുന്ന വരയുടെ ചരിവ് എത്ര അഥവാ സ്ലോപ്പ് എത്ര? ഇതിനൊരു ട്രിക്ക് ഉണ്ട്, ഫൂഫു ട്രിക്ക് ഉണ്ട്, കൂടാതെ തന്നെ അല്ലാത്തൊരു മെത്തേഡും ഉണ്ട്. നമുക്കറിയാം, ഒരു വരയുടെ ചരിവ് കിട്ടണമെങ്കിൽ 2 പോയിന്റ് കിട്ടിയാൽ മതി. ഒരു പോയിന്റ് ഓൾറെഡി കിട്ടി. എക്സ് അക്ഷത്തെ മുറിച്ച് കിടക്കുന്നത് y 0, ഇനി y അക്ഷത്തെ മുറിച്ച് കിടക്കുന്നതോ x 0. അപ്പോൾ ഈ കാണുന്ന വരയിലെ എക്സിന് 0 കൊടുത്തു നോക്കി. ഏത് ക്വസ്റ്റിനും പറ്റും കേട്ടോ. എക്സിന് 0 കൊടുത്താൽ എന്താ കിട്ടുക? 2 × 0 പ്ലസ് 3y മൈനസ് 6 ഈക്വൽ ടു 0. സോ 3y ഈക്വൽ ടു 6, y ഈക്വൽ ടു 6/3 ദാറ്റ് ഈക്വൽ ടു 2. വൈൻ്റെ വാല്യൂ 2 ആണ് മക്കളെ. വൈൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ആ കാണുന്ന കോർഡിനേറ്റ് ഏതാ? 0,2. അപ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടി, 3,0യും 0,2. ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെരിവ് എങ്ങനെ കണ്ടുപിടിക്കാം? y2 മൈനസ് y1/x2 മൈനസ് x1 ദാറ്റ് ഈസ് 2/-3 ആണ് ഈ കാണുന്ന വരയുടെ ചെരിവ്. നമുക്ക് എത്ര പോയിന്റ് കണ്ടുപിടിക്കാം കേട്ടോ. എക്സിന് 0 കൊടുത്താൽ y വേറെ കിട്ടും, എക്സിന് 1 കൊടുത്താൽ y വേറെ കിട്ടും, എക്സിന് 2 കൊടുത്താൽ y വേറെ കിട്ടും. ആ കിട്ടുന്നൊക്കെ വരയിലെ പോയിന്റാണ്. ഇതിനൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ഒരു വരയുടെ സമവാക്യം ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 ആണല്ലോ. അതിൻ്റെ ചെരിവ് കാണാൻ ഒരു പണിയുമില്ല, മൈനസ് a/b ചെയ്താൽ മതി. ഇങ്ങനെ ഇക്വേഷൻ ഫോർമാറ്റിലാക്കി കഴിഞ്ഞാൽ ഈ കാണുന്നതിൻ്റെ മൈനസ് എടുക്കുക, ബൈ ബി ചെയ്താൽ ആൻസർ കിട്ടും. ഇപ്പോൾ നമ്മൾ ചെയ്താൽ എന്താ? 2x പ്ലസ് 3y മൈനസ് 6 ഈക്വൽ ടു 0 അല്ലേ? ഇതല്ലേ നമ്മളെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ചെരിവ് കാണാൻ എന്ത് ചെയ്താൽ മതി? എപ്പോൾ ഇതായിരിക്കും ഉത്തരം. ഇതിൻ്റെ നെഗറ്റീവ് എടുക്കുക, ബൈ ഈ കാണുന്ന നമ്പർ -2/3. ഇതല്ലേ ചെരിവ്? നോക്കി, -2/3 എന്നാണ് ആൻസർ. 2/-3 എന്ന് പറഞ്ഞത് -2/3 എന്ന് പറയുന്നത് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആർക്ക് ആൻസർ ചെയ്ത് നോക്കട്ടെ. 3x മൈനസ് 2y പ്ലസ് 7 ഈക്വൽ ടു 0 എന്ന് പറയുന്ന വരയുടെ ചെരിവ് എത്ര എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ക്ലാസ് റൂമിലുള്ള പഠിപ്പികൾക്കും, ഇനി നിങ്ങൾ പഠിപ്പിയല്ല, നിങ്ങൾ പഠിപ്പിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ പഠിപ്പിയാവാൻ ആഗ്രഹിക്കുന്ന മക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഫുൾ മാർക്ക് നേടണമെന്ന് ആഗ്രഹിക്കുന്ന, ഫുൾ ഔട്ട് ഓഫ് ഫുൾ പ്രൂഫ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, A+ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന, ഒരു B+ എങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന, ഒരു B ഗ്രേഡ് എങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം ആ ലെവലുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. സോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മൾ ഈ ലൈവിലും ഇതൊക്കെ പറയും, ഇതെന്നില്ല, ഈ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ പറയും. എന്നാലും ഇത് കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാകും, പേടിക്കേണ്ട. 10ാം ക്ലാസ് എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നും അല്ല കേട്ടോ. പറ്റുന്ന അത്രയും നമ്മൾ പഠിക്കുക, നമ്മൾക്കുണ്ടാവും, നമ്മൾ ശ്രമിക്കുക. അതിലപ്പുറം നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. കാണാം, ബൈ.